ഗൈസ്, നിങ്ങളുടെ വണ്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇതിപ്പോൾ ആക്ച്വലി എൻ്റെ എക്സ്പൾസ് ടിക്ക് വന്നൊരു പ്രോബ്ലമാണ്. ഇതുണ്ടോ? അപ്പോൾ ഇങ്ങനൊരു ബ്രേക്ക് വരാൻ കാരണം എന്താ അറിയില്ല. അതുപോലെ ടയറിൻ്റെ സോളും ഈ പറഞ്ഞ പോലെ വൺ സൈഡായിട്ട് മൊത്തം ത്രെഡ് പോയിരിക്കുന്നതാണ്. അപ്പോൾ ടയർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ടയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തൃപ്പൂണിത്തറയിലാണ് ഞാൻ ആക്ച്വലി ഉള്ളത്. അപ്പോൾ തൃപ്പൂണിത്തറയുള്ള ഒരു നല്ല ഷോപ്പിൽ നോക്കിയിട്ട് നമുക്ക് ടയർ വാങ്ങിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ടയർ വാങ്ങാനുള്ള ഷോപ്പിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ JMJ എന്ന് പറഞ്ഞ ടയർ മാർട്ട് തൃപ്പൂണിത്തറ തന്നെ അത്യാവശ്യം റീസണബിളായിട്ട് റേറ്റിന് ടയേഴ്സ് എല്ലാം സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പാണ്. നമ്മൾ ഈ ടോളിൻസിൻ്റെ ടയറാണ് നോക്കിയേക്കണേ. ബെറ്റർ പെർഫോമൻസ് ആണെന്നാണ് ഇവിടെ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ടയർ മാറ്റി പ്രഷർ ചെക്ക് ചെയ്ത് നമ്മൾ പഴയ ടയർ മാറ്റി പുതിയ ടയർ ഫിറ്റ് ചെയ്യണമെന്ന്. ആ ഫ്രണ്ടിൽ കാണുന്ന ആ ലൈൻ ടോപ്പ് പറഞ്ഞു തീരണം. ഏകദേശം ഒരു 100 കിലോമീറ്റർ ആ ഒരു സൈസ് ആകുമ്പോൾ പറഞ്ഞു എടുക്കുന്ന വഴിക്ക് എൻ്റെ പിള്ളേരെ ഡ്യൂട്ടൊക്കെ എടുക്കുന്ന വഴിക്ക് ചെയ്യാൻ പാടില്ല. അതൊന്ന് ഓടിയാൽ അതൊന്ന് ഒന്ന് സെറ്റായ അപ്പം റബ്ബർ കറക്റ്റ് ആവും. ചിലർ എടുക്കുന്ന വഴിക്ക് ഇങ്ങനെ ഒറ്റ കിടക്കരുത്. ആ കിടത്തി അവിടെ കിടക്കുള്ളൂ. അതായത് പറഞ്ഞു പിള്ളേരുടെ ഇതിനൊന്നും അത്രയും കുഴപ്പമില്ല. മറ്റേ വണ്ടിക്ക് കിടത്താൻ പറ്റുമല്ലോ. അതെ അതെ. ഒരു പ്രാവശ്യം വണ്ടിക്കടി പോയി വെച്ചാൽ ഫ്രണ്ടിൽ നിന്നായിരിക്കും 12,000 രൂപ ടയർ. അത് കൂടുതലും എടുത്തത് ഇങ്ങനെ കിടത്തി ചെന്നാൽ ഒരു വണ്ടി വന്നുകൊണ്ടിരിക്കുക. കറക്റ്റ് അവിടെ വന്നിട്ട് ഇങ്ങനെ മാറിപ്പോയി. ഞാൻ വിചാരിച്ചു അടിച്ചു. അതിന് ഞാൻ ഏത് പിള്ളേർ വന്നാലും പറയും, എൻ്റെ പൊന്നു മക്കളെ ഇപ്പോൾ എടുക്കരുത്, നിങ്ങളൊരു 100 കിലോമീറ്റർ ഓടിക്കേണ്ട എന്തുകൊണ്ടും ചെയ്യും. ഇതെന്താ സംഭവം അറിയോ? ടയറിൽ സോഫ്റ്റ് കോമ്പൗണ്ട് ഉണ്ട്. സോഫ്റ്റ് കോമ്പൗണ്ട് ആണെങ്കിൽ ഇത്തിരി ടൈം എടുക്കും. ചൂടായാലാണ് ടയർ ഓടിച്ച് ചൂടായാലും സെറ്റ് ആവുള്ളൂ. ആ സംഭവം ഇത് നൈലോൺ ടയറാ. സോ ഗായ്സ്, ഇത്രയും നേരം നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് ഈ ടയറിനെ പറ്റി സംസാരിച്ചല്ലാതെ എന്നാണ് ടയറെന്ന് മനസ്സിലാക്കില്ല. അതിനുണ്ട് ഗായ്സ്, അടിപൊളി വൈബല്ലേ, നൈസ് സീനറി. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ടോളിൻസിൻ്റെ ടയറിനെ പറ്റി നമ്മൾ ഇത്രയും നേരം സംസാരിച്ച പോലെയല്ല, കാണാനും നേരത്തെ നമ്മൾ വണ്ടിയിലേക്ക് ഇത് ആഡ് ചെയ്തത് മാത്രമേ കണ്ടുള്ളൂ. ഗ്രിപ്പ് വൈസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ നോക്കി പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MRFൻ്റെ C8ൻ്റെ സാപ്പിയർ സൂം ടയർ ആയിരുന്നു. അപ്പോൾ സിമിലർ ഡിസൈനാണ്, എന്തോ ചെറിയൊരു വ്യത്യാസം മാത്രമേ എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. ആൻഡ് കോസ്റ്റും പറഞ്ഞ പോലെ 400 റുപ്പീസ് ലെസ് ദാൻ സൂമാണ്. സോ അറ്റ് ദി കോസ്റ്റ് ഓഫ് നോക്കിക്കഴിഞ്ഞാലും എനിക്ക് ഈ പറഞ്ഞ ഡീൽ ഏതായാലും ഒരു ഫണ്ണും ലാഭമാണ്. കാരണം ഫണ്ണെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ടോളിൻസിൻ്റെ ടയർ യൂസ് ചെയ്യണത്. ഇപ്പോൾ റിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ C8ൻ്റെ സൂം തന്നെ സെയിം ആ ഒരു മോഡലിന് വേണ്ടിയിട്ട് ആപ്റ്റ് ആവുന്ന ടൈപ്പ് ടയറാണ് ഞാൻ നോക്കി ആക്ച്വലി ചെന്നത്. മനോഹരമല്ലേ, മനോഹരം ചേട്ടാ, പൊളി. അപ്പോൾ ആ വൈബും ഒക്കെ. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. സോ ഈ ഒരു ടയറിന് ഈ പറഞ്ഞ പ്രൈസിൽ നമുക്ക് ഓക്കെ ആണോന്ന് അറിയണം. ആക്ച്വലി എനിക്ക് ഷോപ്പിൽ നിന്ന് അറിയാൻ പറ്റിയത് ഒരു 3000 അല്ലെങ്കിൽ ഒരു 2000 കിലോമീറ്റർ ലെസറ് ഈ പറഞ്ഞ C8 സൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടി ഓടാൻ ചാൻസ് ഉള്ളൂ. ഈ ടയർ ഓടാൻ ചാൻസ് ഉള്ളൂ. അത് നമുക്ക് നോക്കാം. ആക്ച്വലി ഈ പ്രൈസിന് എനിക്ക് തോന്നുന്നു ഇത് വർത്താന്ന് തോന്നുന്നു. അധികാരം ഈ പറഞ്ഞ നമ്മുടെ ടോളിൻസിൻ്റെ ടയർ റിവ്യൂ ചെയ്തിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ ആക്ച്വലി ടോളിൻസിൻ്റെ ടയറിൻ്റെ ഒരു വീഡിയോ ഞാൻ ആക്ച്വലി ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു. അപ്പോൾ ടോളിൻസ് ഒരു നമ്മുടെ റേസ് ട്രാക്കിലൊക്കെ നല്ലൊരു ടയർ അവരുടെ ടയർ ബെറ്റർ ആണെന്ന് കാണിക്കാൻ, അവരുടെ കോമ്പൗണ്ട് നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് റേസ് ട്രാക്കിലൊക്കെ വണ്ടി യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാനതൊന്നും കണ്ടിട്ടല്ല ആക്ച്വലി ടയർ എടുത്തത്. ഇതെനിക്ക് ജസ്റ്റ് ഒരു ചലഞ്ച്, ആ ഒരു മൂഡിൽ ഞാൻ വെറുതെ എടുത്തതാണ് ഈ ടയർ. എന്നാലും ബെറ്റർ പെർഫോമൻസ് ആണ് ഇതുവരെ. പിന്നെ ആ ഷോപ്പ് ഓണർ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പുതിയ ടയർ എടുക്കുമ്പോൾ ആക്ച്വലി എല്ലാ ടയറിലും ഇതിങ്ങനെ ഒരു ലൈൻ കാണും. കാണാൻ പറ്റണമെന്നറിയില്ല. അത് നമ്മൾ പ്രൊഡക്റ്റ് മേക്ക് ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന ആ ഒരു കോമ്പിനേഷൻ ഓഫ് ആ ഒരു ലാസ്റ്റ് ലൈനാണ്. അപ്പോൾ ഈ ലൈനിട്ട് നമ്മൾ ആക്ച്വലി വണ്ടിയിൽ ടയർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പറപ്പിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു 50 കിലോമീറ്റേഴ്സിൻ്റെ ഇടയിൽ നമ്മളിത് പറപ്പിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് നല്ലൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു പണിയെന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ഒന്നും പക്കയായിരിക്കില്ല എന്നാണ് പറഞ്ഞത്.
ആക്ച്വലി അങ്ങനെ 1-2 അനുഭവം ആ ടയർ ഷോപ്പിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളും എനിക്കും ഫീൽ ചെയ്തിരുന്നു. ആക്ച്വലി ഞാൻ ഈ ടയർ ഇട്ടിട്ട് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 6 കിലോമീറ്റേഴ്സ് 7 കിലോമീറ്റേഴ്സ് എനിക്കും ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരെ സ്ലഷി ആയിട്ടുള്ള റോട്ടിൽ കുറച്ച് മഡൊക്കെ ആക്കി അങ്ങനെ ഒരു രീതിയിൽ ഓടിച്ചു നോക്കി. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അകത്ത് ഫൈനായിട്ട് ഇരിക്കുന്ന ആ ഒരു കോമ്പൗണ്ടിൽ നമ്മൾ കുറച്ചുകൂടി റഫ്നെസ് കൂട്ടി, അതാണ് ഈ കാണുന്ന ചെളിയൊക്കെ. അപ്പോൾ റഫ്നെസ്സും കൂട്ടി പിന്നെ ഞാൻ ഒന്ന് റോട്ടിലിറക്കി. ഇപ്പോൾ ഏകദേശം ടയർ ഇട്ടിട്ട് ഒരു 15 കിലോമീറ്റേഴ്സ് ഞാൻ റൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വലിയൊരു പ്രോബ്ലം തോന്നുന്നില്ല. എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല കോർണറും ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി എനിക്ക് കോർണറിങ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടയർ ചൂസ് ചെയ്യാനും ഇന്ന് തന്നെ ടയർ ചേഞ്ച് ചെയ്യാനും നോക്കിയത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നെക്സ്റ്റ് ഒരു ഡേ ഒരു റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റൈഡിന് കംഫർട്ടബിളായിട്ട് നമുക്ക് കോർണറിങ് കാര്യങ്ങളൊക്കെ ഒത്തിരി വരുന്നുണ്ട്. പിന്നെ ഒരു പക്ക ബ്രേക്കിങ്ങും കൂടി നമുക്ക് ഈ ടയറിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വമ്പൻ ഫോൾട്ടായിരിക്കും. എന്തായാലും അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇനിയുള്ളൊരു 13,000 to 16,000 കിലോമീറ്റർ നമുക്ക് 16 കിലോമീറ്റർ നമുക്ക് ടോളിൻസിൻ്റെ ഈ ഒരു എക്സ്ട്രീം എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് ടയർ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഇവൻ എന്താണ് ഈ ടയർ വെച്ച് ഈ ടയറിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നത് എന്നുള്ളൊരു ചിന്ത തോന്നണ്ട. ആക്ച്വലി ഞാൻ ടയറിനെ പറ്റിയിട്ട് നിങ്ങളോട് ബ്രീഫായിട്ട് പറഞ്ഞല്ലോ. ഈ ടയർ കമ്പനി 1982 കേരളത്തിൽ തന്നെ, അതായത് കേരളത്തിലെ എറണാകുളത്ത് കാലടി ഡിവിഷനിൽ ഉള്ളൊരു കമ്പനിയാണ് ഈ ടോളിൻസ് എന്ന് പറഞ്ഞത്. ഇവർ ഫുഡ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള സംഭവം. ടോളിൻസിൻ്റെ ഫുഡ് പ്രോഡക്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ടോളിൻസിൻ്റെ വണ്ടിയൊക്കെ ഞാൻ ജസ്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫുഡ് പ്രോഡക്ട്സ് പിന്നെ സ്കൂള് അങ്ങനെയുള്ള കോളേജ് സ്കൂൾ അങ്ങനത്തേക്ക് എന്തൊക്കെയോ പരിപാടിയാണ് ടോളിൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മെയിൻ സംഭവം. ഈ ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സായിട്ടാണ് ഞാനും ഈ സാധനം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവരെ പേരൊക്കെ കാണുന്നത്. അപ്പോൾ എന്തായാലും ടോളിൻസ് ഒരു വലിയ ബ്രാൻഡാണെന്നാണ് ഞാൻ ആക്ച്വലി വിചാരിച്ചത്. അല്ല, സംഭവം നമ്മുടെ കേരളത്തിലെ ഓൺ മേക്കിംഗ് ആയിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് ഇറക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിലും ഒന്നും ഞാൻ ഈ ടോളിൻസിൻ്റെ വീഡിയോസ് എവിടെയും കണ്ടിട്ടില്ല. ആരും റെക്കമെൻഡ് ചെയ്തതായിട്ടും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇത്രയൊക്കെ ഉള്ള വിശേഷം. അപ്പോൾ ടോളിൻസിൻ്റെ ടയർ ഞാൻ വാങ്ങിച്ചത് എനിക്ക് പണിയാവോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. റൈഡ് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഒരു ബെറ്റർ റിവ്യൂ കൂടി ആ റൈഡിനിടയിൽ ഞാൻ പറയാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. നിങ്ങൾ ആ വീഡിയോ വരുമ്പോൾ വാച്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ട് വ്യൂ? കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.